അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദലേ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രിക്ക് രോഗികളെ കിടക്കുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ നടത്തുന്നവർ,
ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. ദൈവത്തിരുസന്നിധിയിൽ വൃത്തിമനയോട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും ഒരു എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കാപട്യവും നിഷ്കപടത എന്ന് പറയുന്നത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കാപട്യം, നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത്. എൻ്റെ അർത്ഥം ദൈവദൃശ്യനിധി ഈ സാധനം വെച്ച് പൊറുപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം, കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങളുടെ നല്ല നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പം അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലേ? അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞാൽ ഉയർന്ന നിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ കാണും, എല്ലാവരെയും കാണും. അപ്പം പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കും. കാപട്യം തന്നെ വഴിക്കാണേ. ദിവസങ്ങളിൽ ഒരു വലിയ ഗാനം നല്ലോണം പാടുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് നല്ല പേരുണ്ട് നാട്ടിൽ. അയാൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു ബിഷപ്പിനോട് ഞാൻ 5 രൂപ ചോദിച്ച്, എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല. അതുകൊണ്ട് ഞാൻ സഭയിൽ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തം ഉണ്ടാവില്ല മനുഷ്യന്. അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്തം ഉണ്ടാവില്ല. അപ്പോൾ മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പ് സാക്ഷിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വല്ലൂർ പോയി ബിഷപ്പുമാരോട് 5 രൂപ ചോദിക്കുക. അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ്, ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണില്ലേ? അപ്പോൾ ഓരോരുത്തർ ഉയർന്നു കഴിയുമ്പോൾ, ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും. ഇതൊരു പ്രലോഭനമാണ്. അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ? ഉയർന്ന സ്ഥലത്ത് നിർത്തുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരോ ആണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ മക്കളെ പേയ്മെൻ്റാണ് ഇതെല്ലാം മുഴുവനും. അത് വെച്ചാൽ നമ്മൾക്ക് അത് ദൈവദൃശ്യനെതിരെ അതും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമെന്ന് ദൈവത്തെ എടുത്ത് നടക്കത്തില്ല പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ
ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ. പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന്, അല്ലാതെ രണ്ട് ബില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഈ പരിപാവനമായ ആൾത്താരയിൽ വന്നെന്ന് സാക്ഷി പറയാൻ സാധിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 നവംബർ 3-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്, എൻ്റെ OET എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ നിയോഗമായി ഞാൻ OET എക്സാം പാസ്സാവണം. അങ്ങനെ എൻ്റെ കുറേ ഭൗതിക ആവശ്യങ്ങൾ 6 നിയോഗങ്ങളായിട്ട് ഞാൻ എഴുതി. പക്ഷേ 90 ദിവസം പൂർത്തിയായിട്ടും എൻ്റെ ഒരു നിയോഗം പോലും സാധിച്ചു കിട്ടിയില്ല. പിന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് മറ്റുള്ളവരുടെ എന്നെക്കാളും കൂടുതൽ നിയോഗങ്ങൾ അവരുടെ നിയോഗങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുക്കുകയും എന്നെ കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ എഴുതിയ 4-5 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു. ആദ്യമായി തന്നെ എൻ്റെ OET എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഞാൻ 3 തവണയായിട്ടാണ് എഴുതിയതെങ്കിലും ഓരോ തവണ ഞാൻ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഞാൻ തൈലം പൂശി സൈത്ത് പൂശി ഞാൻ ഉടമ്പടി കാഴ്ചരൂപം കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അങ്ങനെ ഞാൻ 3 അറ്റംപ്റ്റ് കൊണ്ട് തന്നെ 4 മോഡ്യൂൾ പാസ്സായി. ആ സ്കോർ വെച്ചിട്ട് എനിക്കൊരു ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു കാരണവശാലും ഒരു 2-3 വർഷത്തേക്ക് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിക്കില്ല. അത്രയ്ക്കും പ്രോസസ്സിങ് ഡിലേ ആയിരുന്നു. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ OET പാസ്സായി. അപ്പോൾ തന്നെ ഞാൻ മുന്നേ 3 വർഷം മുന്നേ ബഹ്റൈനിൽ വർക്ക് ചെയ്തതായിരുന്നു. അതേ ലൈസൻസ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ബഹ്റൈനിൽ ഒരു ഡിഫൻസ് ഹോസ്പിറ്റലിൽ മുന്നേ വർക്ക് ചെയ്തതിനേക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ജോലി ലഭിക്കുകയും ഇപ്പം ഞാൻ അവിടെ ഒരു വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും അവിടെ കഴിഞ്ഞു വരികയാണ്. ഹസ്ബൻഡ് ഓൾറെഡി അവിടെ ആയിരുന്നു 5 വർഷമായിട്ട്. അപ്പോൾ എനിക്ക് അവിടേക്ക് തന്നെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് OET പാസ്സാക്കി തന്ന ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ബഹ്റൈനിലേക്ക് തിരിച്ചു പോകുവാൻ അമ്മ മാതാവിനെ സഹായിച്ചു. പിന്നീട് ഞാൻ പറയുന്നത് എൻ്റെ 2ാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമായിരുന്നു. ഞാൻ 2 തവണ ഡ്രൈവിംഗ് ലൈസൻസ് പോയിട്ടും എനിക്ക് ഫെയിലായി. അങ്ങനെ 3-ാം തവണ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ 3-ാം തവണ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് 3-ാമത്തെ അറ്റംപ്റ്റിൽ, അതെൻ്റെ ഫൈനൽ അറ്റംപ്റ്റ് ആയിരുന്നു, അങ്ങനെ അതെനിക്ക് പാസ്സാവാൻ സാധിച്ചു. പിന്നീട് 3ാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഈ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു IQ എന്ന് പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്യുക എന്നതായിരുന്നു. അത് നമുക്ക് ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ മാത്രമേ ഒരു സെൻറ്റർ ഉള്ളൂ. എനിക്ക് ബഹ്റൈനിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 1 ഇയറിൻ്റെ ഉള്ളിൽ എനിക്കൊരു ലീവ് സാങ്ഷൻ ആവുക എന്നത് ഒരു അസാധ്യമായ കാര്യമായിരുന്നു. എനിക്ക് 2026 ജനുവരിയിലായിരുന്നു അവർ ലീവ് സാങ്ഷനാക്കി തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് IQ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എനിക്ക് ഒക്ടോബർ 30-ൻ്റെ ഉള്ളിലായിരുന്നു. ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ നമുക്ക്. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനൊരു ദിവസം ഓൺ കോൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എൻ്റെ യൂണിറ്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു 3 ആഴ്ചത്തെ ലീവുണ്ട്, എല്ലാവർക്കും 40 ദിവസമാണ്, പക്ഷേ നിനക്ക് ഷോർട്ട് ലീവാണ്, നിനക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലീവ് നിനക്ക് സാങ്ഷനാക്കി തരാം, നവംബറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒക്ടോബറിൻ്റെ ഫസ്റ്റ് വീക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ യൂണിറ്റ് മാനേജർ എന്നോട് പറഞ്ഞു, നീ അങ്ങനെയായിരുന്നെങ്കിൽ നീ വേറെ ആരോടെങ്കിലും ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാനൊരു പുതിയ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ എനിക്കാരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ലീവ് ഈ ഒരു 2025 വർഷത്തേക്ക് മാറ്റി തന്നത്, അങ്ങനെയെങ്കിൽ നിനക്ക് ഈ ഒക്ടോബർ 30-ൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു ലീവ് തരാൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ എന്നെ യൂണിറ്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്, നിനക്ക് 20 ഡേയ്സിന് കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 10 ഡേയ്സ് ആണെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ലീവ് സെപ്റ്റംബർ ലാസ്റ്റിൽ എനിക്ക് കിട്ടുകയും
ഇവിടെ വരാൻ സാധിക്കുകയും മുന്നേ ഉണ്ടായിരുന്ന എല്ലാ സാക്ഷ്യങ്ങളും എനിക്കിവിടെ വന്ന് പറയാനും സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ ലീവിന് വന്ന് ഞാൻ ബാംഗ്ലൂർ പോയി IQN എക്സാം അറ്റൻഡ് ചെയ്യുകയും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകുവാനും സാധിച്ചു. അതിന് അമ്മ മാതാവിന് തിരുക്കുമാരൻ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഞാൻ ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അവരുടെയൊക്കെ മധ്യത്തിൽ വെച്ച് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നതും ഡ്യൂട്ടിയും എല്ലാം കൂടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എൻ്റെ മാം തന്നെ എന്നോട് പറഞ്ഞു, ലിൻഡ നീ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം, കാരണം നിനക്ക് ഭയങ്കര മാർക്ക് കുറവാണ്, ഈ ഒരു സ്കോർ വെച്ച് നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മുന്നേ എക്സാം എഴുതിയവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്ത് പഠിച്ചെങ്കിലും എനിക്ക് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ ക്വസ്റ്റ്യൻസാണ് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്കത് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയത്. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിൽ ആകെ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ ജോലി സ്ഥലത്ത് അവിടെയായിരുന്നു, ബഹ്റിനിലായിരുന്നു. ആകെ എൻ്റെ അടുത്ത് ഉടമ്പടി ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എക്സാം ഹാളിൻ്റെ പുറത്തും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിൻ്റെ അവിടെയും എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിലും എല്ലാം ഞാൻ ഉപ്പ് ആയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ എൻ്റെ കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും അമ്മ മാതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഇതിലാണ് ഞാൻ എന്ത് തന്നെയാണെങ്കിലും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചത്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി. ഇതിന് പുറമെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അനിയത്തിക്കും ഒക്കെ ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇവിടുന്ന് പോയത്. അതിന് മുന്നേ ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും വരുമായിരുന്നു. അങ്ങനെ ഞാൻ പത്രം കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഞാൻ കൊടുത്തിരുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനിപ്പോൾ എല്ലാ മാസവും എൻ്റെ സാലറിയുടെ ഒരു വിഹിതം ഞാൻ അർഹതപ്പെട്ടവർക്ക്, എൻ്റെ വീടിൻ്റെ അടുത്ത് നമുക്കറിയുന്ന അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ജോലി മേഖലയിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരിന് ഞാൻ ജോലിയിലായാലും എന്തിലാണെങ്കിലും ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവിനെ പറ്റി പറയാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങളും ഞാൻ മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ സാഹചര്യത്തിൽ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവർക്ക് 6 വയസ്സ് 3 വയസ്സുമാണ്, എങ്കിലും അവരെയും ഞാൻ അമ്മ മാതാവിൽ നയിക്കാൻ അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഞാൻ പരമാവധി ചൊവ്വാഴ്ച കൂടാൻ ശ്രമിക്കാറുണ്ട്. ഇനി അഥവാ ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ട് കാരണം പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ബുധനാഴ്ച ആണെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട്. എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ അല്ലെങ്കിലും ഞാൻ രാവിലെ തന്നെ അത് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇത്രയും തന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ 4-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. പേര് ഡെമിന. ഞാൻ വരുന്നത് പള്ളിത്തോട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 2018 ആദ്യമേ ഉടമ്പടി എടുത്തത് 2018 പക്ഷേ കുറച്ച് നാൾ എനിക്ക് ആ ഉടമ്പടി കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞുള്ളൂ. കുറേ സാഹചര്യങ്ങൾ മൂലം ഉടമ്പടി മുടങ്ങിപ്പോയി എൻ്റെ. പിന്നെ എനിക്ക് ഒത്തിരി നാളിവിടെ വരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 1 വർഷം മുൻപായി ഞാൻ മാതാവിൻ്റെ അടുത്ത് വരണമെന്നുള്ള മനസ്സിൽ ആഗ്രഹം ഒത്തിരിയായി തോന്നി. എപ്പോഴും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു വരുന്നില്ലെങ്കിൽ പോലും. പക്ഷേ എനിക്കിവിടെ വരണം എന്നുള്ള ആഗ്രഹം കഴിഞ്ഞ 1 വർഷമായി എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വരണം, ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയ ഉടമ്പടിയായിട്ടെങ്കിലും എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂലൈയിലാണ് 2024 ജൂലൈയിലാണ് ഉടമ്പടി പുതുക്കാനായി വരുന്നത്. ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഉടമ്പടി തന്നെ പുതുക്കാനുള്ള അനുവാദം കിട്ടി. ഉടമ്പടി പുതുക്കി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആദ്യമായി തന്നെ എനിക്ക് മാറിയത് ഒരു 7 വർഷത്തോളമായി എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ ദിവസവും രാവിലെ അതിനുള്ള മെഡിസിൻ എടുത്തുകൊണ്ടാണ് നടന്നിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മെഡിസിൻ തനിയെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് മനഃപൂർവ്വമല്ല, ഞാനത് വിട്ടുപോയി കഴിക്കുന്നത്. പിന്നീട് അതങ്ങ് നിർത്തി. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹോമിയോ ആശുപത്രിയിലാണ്. അപ്പോൾ എനിക്കിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാനൊരു ദിവസം അങ്ങനെ മെഡിസിൻ നിർത്തിയെങ്കിൽ പോലും വെറുതെ പോയി തൈറോയ്ഡ് പരിശോധിച്ചപ്പോൾ എനിക്ക് തൈറോയ്ഡ് നോർമലാണ്. എന്താണങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല. തൈറോയ്ഡിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു നേരത്തെ.
പക്ഷേ തൈറോയ്ഡ് നോർമലായി. അതിനോടൊപ്പം മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ കൂടെ. ഈ നോർമലായി കഴിഞ്ഞിട്ട് മുടി കൊഴിച്ചിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല, അസുഖങ്ങളെല്ലാം തൈറോയിഡായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും മാറി. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ റിസൾട്ട് അവിടെയുള്ള ഡോക്ടറെ തന്നെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ആദ്യമേ കാണിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞാൽ തൈറോയ്ഡ് മാറില്ല, ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കേണ്ടി വരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് മാറി. എങ്ങനെ മാറി എന്നുള്ളത് അറിയില്ല. ഡോക്ടർ പറഞ്ഞു അത് അത്ഭുതമാണ് മാറിയത്. അപ്പം ഞാൻ ഡോക്ടറോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ മാറ്റം ഉണ്ടായത്. അത് ഞാനിപ്പോഴും എൻ്റെ അമ്മ തൈറോയ്ഡ് എനിക്ക് ഈ ഒരു വർഷമായി തൈറോയ്ഡിൻ്റെ മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായി ഞാൻ അസുഖത്തിൽ നിന്ന് സുഖപ്പെട്ടു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമതായി എനിക്ക് 9 വർഷമായി എൻ്റെ സ്കിന്നിനൊരു അലർജി ഉണ്ടായിരുന്നു. അത് എനിക്ക് വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയ രീതിയിലാണ് അലർജി. എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ലായിരുന്നു. വെയിൽ കൊണ്ട് കഴിയുമ്പം കൈയുടെ ഒരു ഭാഗത്ത് ചെറിയ കുരുക്കൾ പോലെ വന്ന് പൊട്ടി ഫ്ലൂയിഡ് വരും അതിൽ നിന്ന്. അപ്പോൾ എനിക്കത് പുറത്ത് പോലും എൻ്റെ കൈ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിന് ഇംഗ്ലീഷ് മെഡിസിൻ ഒത്തിരി കഴിച്ചു, ഒത്തിരി ഓയിൻമെൻറ്റ് കഴിച്ചു, പെരുട്ടി ഉള്ളിൽ മരുന്നുകൾ കഴിച്ചു. അതും അടുത്തപ്പോൾ ഹോമിയോപ്പതിയിൽ കാണിച്ചു, അവിടെ നിന്നും മെഡിസിൻ എടുത്തു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ എൻ്റെ കൈ മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോലും എൻ്റെ അലർജിയുടെ കാര്യം പറഞ്ഞതുപോലുമില്ല. ഞാൻ ആകെ ചെയ്തിരുന്നത് ദിവസവും രാവിലെയുള്ള 5:30 പ്രാർത്ഥനയിൽ കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടും. അത് ഞാൻ അമ്മയോട് ഞാൻ സുഖപ്പെടുത്തണമെന്ന് പോലും പറയില്ല, ഞാൻ സങ്കടപ്പെട്ട് കയ്യിൽ പുരട്ടുമായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, ഇപ്പോഴും എനിക്കത് കൃത്യമായി പറയാനറിയില്ല. 1-2 ആഴ്ചയെ കഴിഞ്ഞുള്ളൂ പുതുക്കി. ആ കയ്യിലെ പാട് പോലും ഇല്ലാണ്ട് അത് മാറിക്കിട്ടി. അതെനിക്ക് വളരെ അത്ഭുതമായി തോന്നുന്നൊരു കാര്യമാണ് ജീവിതത്തിൽ. കാരണം ഒരിക്കലും കാണിച്ച ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് വെയിൽ കൊള്ളാൻ പാടില്ല, ഷർട്ടിട്ട് നടക്കണമെന്ന് പറഞ്ഞു, കൈ വെയിൽ കാണിക്കാതെ. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് അത് എങ്ങനെ മാറി. ആ തൈലം മാത്രമാണ് ഞാൻ പുരട്ടിയത്, വേറെ ഒരു മെഡിസിനോ ഒന്നും പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചൊറിച്ചിലുണ്ടാകുമായിരുന്നു, പക്ഷെ അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. അത് അധിക ദിവസം ആയില്ല, ഉടമ്പടി പുതുക്കി ആ ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഞാൻ പിന്നെ കൈയിൻ്റെ കാര്യം ഓർത്തതേ ഇല്ല. ഞാൻ കർച്ചീഫൊക്കെ കെട്ടിയാണ് നടന്നിട്ടിരുന്നത് ഒരിടയ്ക്ക്. എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കൂടെയുള്ളവർക്കും അതറിയാം എൻ്റെ പ്രശ്നം. പക്ഷേ പിന്നീട് ഞാൻ ആ കൈയിൻ്റെ കാര്യം വരെ മറന്നു. ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴാണ് കയ്യിൽ പാടില്ലല്ലോ, അലർജി പോയല്ലോ എന്ന്. അപ്പോഴെനിക്കത് അത്ഭുതമായിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നിയ ആ ആഴ്ചകളിൽ തന്നെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മയും കൃപാസനത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ കാണുന്നത്. അമ്മയും മഴവില്ലിൻ്റെ താഴെയായിട്ട് അമ്മ നിൽക്കുന്ന സ്വപ്നം. അതെനിക്ക് വളരെ സുഖപ്പെടുത്തിയതാണ് അമ്മ എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. ശരിക്കും അത് എനിക്ക് ഒരു മെഡിസിനും അതിനു വേണ്ടി എടുക്കേണ്ടി വന്നില്ല. എന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ സ്കിൻ അലർജി. അതിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തിയ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ എനിക്ക് ചെറുതിലേ മുതലേ എനിക്ക് പനിയുടെ കൂടെ ശ്വാസം മുട്ടൽ വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അത് എത്ര വയസ്സ് മുതലാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ചെറുതിലേ മുതലേ ഉണ്ടെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. പക്ഷേ അത് എപ്പോഴും പനി വരുന്നതിൻ്റെ കൂടെ ശ്വാസം മുട്ടൽ വരും. എപ്പോൾ പനി വന്നാലും ശ്വാസം മുട്ടലിൻ്റെ മെഡിസിൻ ഞാൻ എടുക്കണം, ഇഞ്ചക്ഷനോ ഗുളികയോ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നു. അതിപ്പോൾ ഒത്തിരി വർഷമായിട്ട്. ഉടമ്പടി പുതുക്കിയതിന് ശേഷം 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു ശ്വാസം മുട്ടൽ, കടുത്ത ശ്വാസം മുട്ടൽ വന്നു. പനിയും വിട്ടുമാറാത്ത ശ്വാസം മുട്ടലുമായിട്ട് വന്നു. ഇൻഹേലർ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി. പക്ഷേ എന്നിട്ട് പോലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒരു തരി പോലും മാറിയില്ല. കാരണം എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എന്നെ അമ്മ സുഖപ്പെടുത്തുന്നത്. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇൻഹേലർ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം, ദീർഘനാളും ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരും, എന്നാൽ ഇതിന് സമരം കിട്ടുള്ളൂ. ദിവസം 8-9 പഫൊക്കെ ഞാൻ ഇൻഹേലർ എടുക്കുമായിരുന്നു. എനിക്ക് പറ്റാതെ വന്നു. പക്ഷേ എന്നിട്ട് പോലും ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് ജപമാല ചൊല്ലുന്നത് ഒരിക്കലും മാറിയിരുന്നില്ല. എനിക്ക് എൻ്റെ ആ ഡോക്ടർ പറഞ്ഞ കണക്കുവരെയൊന്നും പോകേണ്ടി വന്നില്ല. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇൻഹേലർ ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കേണ്ട. ഇപ്പോൾ ഏകദേശം 1 വർഷം ആകുന്നു ആ അനുഗ്രഹം കിട്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് അധികം നേരത്തെ എപ്പോഴും പനി വരുമ്പോഴാണ് ഈ ശ്വാസം മുട്ടൽ. ഇപ്പോൾ എനിക്കങ്ങനെ പനിയും അസുഖമായിട്ട് വരാറില്ല. ശ്വാസം മുട്ട് നേരത്തെ തണുപ്പടിക്കുമ്പോൾ പോലും ഈ ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അമ്മ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി. ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, മെഡിസിനൊന്നും ഞാനതിന് എടുക്കുന്നതോ കഴിക്കുന്നതോ ഇല്ല. അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഉടമ്പടി പുതുക്കിയവരോട് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ഞാൻ ഇത്രയും താമസിച്ച് പോയല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. കാരണം 2018 എടുത്ത ഉടമ്പടിയാണ്. എനിക്ക് അന്നേ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ള സങ്കടം എനിക്ക് ഇന്നും ഉണ്ട്. പക്ഷേ ഇനി അങ്ങ് ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ നിൽക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ
ഏറ്റവും വലിയ ആഗ്രഹം. അത് അമ്മ എനിക്ക് സാധിച്ചു തരട്ടെ. ഇത് കൂടാതെ എനിക്ക് ചെറുതിലേ മുതലേ വേളാങ്കണ്ണി പള്ളിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ വളർന്നു വരുന്നവരും വീട്ടിൽ അമ്മയുടെ അമ്മയ്ക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ് വേളാങ്കണ്ണി യാത്ര. അപ്പം മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നമായിട്ട് നിന്ന കാര്യമാണ്. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല. അതിനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം തന്നെ മൈൻഡിൽ വരുന്നത് വേളാങ്കണ്ണി ഒരു ദിവസം പോകണമെന്നാണ്. അങ്ങനെ ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അതിനുവേണ്ടിയൊന്നും പ്രാർത്ഥിച്ചത് പോലുമില്ല. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ മാസം പെട്ടെന്നാണ് വേളാങ്കണ്ണി പോലെ തീരുമാനം എടുക്കുന്നു, അമ്മയെ അറിയിക്കുന്നു, ഫാമിലിയോടെ വേളാങ്കണ്ണി പെട്ടെന്ന് പോകുന്നു. യാത്രയും എല്ലാം സുഖമായിട്ട് അമ്മ മാതാവ് എനിക്കവിടെ പോയി അമ്മയെ കാണാൻ സാധിച്ചു. അതൊരു ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹ യാത്രയായിരുന്നു അത്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്രയിൽ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചു. അവിടെ ചെന്ന് അമ്മയെ കണ്ടു, അനുഗ്രഹം വാങ്ങി തിരിച്ചു വന്നു. അതെനിക്ക് ഉടമ്പടി എടുത്തതിൽ കിട്ടിയ അനുഗ്രഹമാണെന്ന് നന്നായി ബോധ്യപ്പെട്ടു. കാരണം ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ചിട്ടൊന്നും നടക്കാവുന്ന കാര്യമാണ് ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി പത്രം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ പത്രം കൊണ്ടുപോകുന്നത്. അപ്പോൾ എടുക്കുന്ന ആ ദിവസങ്ങളിൽ തന്നെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കൊടുത്ത് വഴിയിൽ കാണുന്നവർക്കും കയറുന്ന വണ്ടിയിലോ ഓട്ടോയിലൊക്കെ ഉള്ളവർക്കാണ് ഞാൻ പത്രം കൊടുക്കുക. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പത്രം വാങ്ങിക്കുന്നത്. എല്ലാവരോടും ഞാൻ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ അതോടുകൂടി തന്നെ അവരോടും ഞാൻ ആവശ്യപ്പെടും. എപ്പോഴെങ്കിലും ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയെ വന്ന് കാണണം, ഉടമ്പടി എടുക്കണം, അനുഗ്രഹം എനിക്ക് സാധിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. കുറച്ച് പേര് വന്ന് ഉടമ്പടി എടുത്തവരും ഉണ്ട്. അങ്ങനെ എൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി വന്ന് എടുത്തവരുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു തുക ഞാൻ ക്യാൻസർ പേഷ്യൻസിന് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അനാഥരായിട്ടുള്ളവർക്കുള്ളൊരു ചാരിറ്റിയിലും ഞാൻ അംഗമാണ്. അപ്പം അതിൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് അത് പുതുക്കിയ ശേഷമാണ് അങ്ങനെയുള്ള മനസ്സൊക്കെ എനിക്ക് വരാൻ തുടങ്ങിയത്, അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നൽ. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്ന എന്താണോ അതിൽ ഞാനൊരു പങ്ക് ഈ 2 കാര്യങ്ങൾക്കായി കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് എന്നെ രക്ഷിച്ച് ഇപ്പോഴും ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് ഉണ്ടായപോലെ ഞാൻ ആദ്യം എടുക്കുന്നത് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, തേന് എന്ന് വേണ്ട കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും. അപ്പോൾ അതെനിക്ക് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അതിലൂടെ തന്നിട്ടിരിക്കുകയാണ്. കൂടാതെ എൻ്റെ ആത്മീയമായി എനിക്ക് സംഭവിച്ച പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യപ്പെടുത്തുന്ന സ്വഭാവക്കാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ദേഷ്യത്തിൽ നിന്നൊക്കെ ഞാൻ മാറി. എനിക്ക് കുറച്ചുകൂടെ സംയമനം പാലിക്കാൻ പറ്റുന്നുണ്ട് മാനസികമായിട്ട്. കൂടാതെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ കൃത്യമായിട്ടൊന്നും പ്രാർത്ഥന ഫോളോ ചെയ്യുന്ന ആളായിരുന്നില്ല. കൃത്യമായി ജപമാല ചൊല്ലുന്ന ആളോ പള്ളിയിൽ പോകുന്ന ആളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം കൃത്യമാണ്, എൻ്റെ ജീവിതചര്യയാണ് ജപമാല എന്ന് പറയുന്നത്. ഞാൻ യാത്രക്ക് പോകുമ്പോഴും ജോലിക്ക് പോകുന്ന സമയങ്ങളിലും ട്രെയിനിലിരുന്നാണ് ഞാൻ പോവുക. അപ്പോൾ ട്രെയിനിൽ നിന്ന് ജപമാല കൃത്യമായി ചൊല്ലുന്നത് ഇത്ര എന്ന കണക്കില്ല. മൊബൈലിൽ ഞാനതിൻ്റെ ജപമാല ആപ്പ് എടുത്തിട്ട് അത് ചൊല്ലുവാണ്. എനിക്ക് പറ്റാവുന്ന അത്രയും ജപമാലകൾ ഞാൻ ഒരു ദിവസം ചൊല്ലുന്നു. രാത്രിക്കുള്ളിൽ എത്രയും സാധിക്കാമോ അത്രയും ജപമാലകൾ ഇന്നും മുടക്കം കൂടാതെ ഏത് അവസ്ഥ വന്നപ്പോൾ പോലും ജപമാല ഞാൻ മുടക്കിയിട്ടില്ല. അതോടുകൂടെ തന്നെ ബൈബിൾ വായനയും എനിക്കുണ്ടായിരുന്നില്ല. ബൈബിൾ വായന ഇപ്പോൾ അരമണിക്കൂർ എന്നാണെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ സ്ഥിരമായി വായിക്കുന്നു. കൂടാതെ പുതിയ നിയമം ഞാൻ വായിക്കണം എന്നൊരാഗ്രഹം തോന്നി മുഴുവനായിട്ട്. അത് ഞാൻ വായിച്ച് ഏകദേശം പകുതിയോളം എത്തി. സ്ഥിരമായി അങ്ങയെ വായിച്ചു പോകുന്നുണ്ട്. അതുകൂടാതെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന വചനം എപ്പോഴും മനസ്സിന് ദൈവം നമ്മുടെ സംസാരിക്കുന്ന രീതിയിലാണ് വചനങ്ങൾ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും എപ്പോഴും ബൈബിൾ വായിക്കാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്കുള്ള മെസ്സേജ് എന്താണോ എന്നുള്ളത് എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും അതിൽ നിന്ന്. അപ്പോൾ അത് വളരെ അനുഗ്രഹമാണ്. കൂടാതെ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ സ്ഥിരം മുടങ്ങാതെ കൂടുന്നുണ്ട്. എല്ലാ ദിവസവും പോകുമ്പോഴും കുടുംബത്തെ മുഴുവനായി സമർപ്പിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛനോടൊപ്പം പങ്കുചേരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ലാത്തൊരു സാഹചര്യമാണ്. കാരണം എന്തുണ്ടെങ്കിലും അതിന് അമ്മയുടെ കയ്യിൽ അതിനുള്ള പരിഹാരമുണ്ടെന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ. ഇപ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആദ്യം അമ്മയോടാണ് പറയുന്നത്. ആ ഒരു മൈൻഡിലേക്ക് ഞാൻ എത്തി. വേറെ വ്യക്തികളോടല്ല ഞാനിപ്പം നേരത്തെ ഷെയർ ചെയ്യുന്ന പോലെ അല്ല, ഇപ്പം ഞാൻ അമ്മയോടാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് ധൈര്യമാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഇന്നും അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് ചെറിയൊരു കാര്യമല്ല, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്.
അതെനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വന്ന് പറയാൻ പറ്റുമെന്ന്. ആ ടെൻഷനുള്ള സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞ സ്വപ്നം ഞാൻ കണ്ടു. അമ്മ എന്നെ അത് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനിവിടെ വരും എന്നുള്ളത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും ദൈവമേ നന്ദി, ദൈവമേ സ്വസ്ഥം. എൻ്റെ പേര് ജീന ജോയി. ഞാൻ പാലാ രൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. എൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞത് എൻ്റെ 22 വർഷമായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ഒരു ഞങ്ങളുടെ വീട് സ്ഥലവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞ് എനിക്ക് ആ സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ട് പോയപ്പം എന്നെ തമ്പുരാന് ഉള്ളം കൈ കൊണ്ട് നടന്നതും അതുപോലെ തന്നെ ഞങ്ങളെ തൊട്ട് ദൈവം ഞങ്ങളെ കൈക്കുമ്പിളി സംരക്ഷിച്ച ഒരു സാക്ഷ്യമായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് ഒത്തിരി പേർക്ക് സാക്ഷ്യത്തിനായിട്ട് ഒരു യൂട്യൂബ് വരിക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒത്തിരി നാളുകൾ ഇരുന്നിട്ടും അത് വന്നില്ല. പക്ഷേ ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 1 മാസം തികയുന്ന ആ ദിവസം തന്നെ ഇത് ലൈവായിട്ട് യൂട്യൂബിൽ വന്നു. അങ്ങനെ ഞാൻ എന്നിട്ടും ഇത് അറിയുന്നില്ല. എന്നെ ഒത്തിരി ആളുകൾ വിളിച്ചു, ജീന ഇത്രയും വലിയൊരു സങ്കടം കൊണ്ടാണോ നടന്നിരുന്നത് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചപ്പോൾ മാത്രമാണ് ഈ ലൈവായിട്ട് ഈ ഉടമ്പടി സാക്ഷ്യം വന്ന വിവരം ഞാൻ അറിയുന്നത്. ഇത് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പണമടച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ ഞങ്ങൾ തിരിച്ച് കയറാൻ പറ്റിയായിരുന്നു. ആ സാക്ഷ്യം ഇതിനു മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഈ സാക്ഷ്യം ഇവിടെ യൂട്യൂബിൽ അച്ഛൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആധാരവും ബാക്കി കാര്യങ്ങളും അമ്മ മാതാവ് തന്ന്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ വീട് സ്ഥലവുമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തീർത്ത് തരുന്നതിന് അമ്മ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ആരോടും പറയാനോ ചികിത്സ നേടാനോ എനിക്കങ്ങ് എന്തോ ഒരു നാണക്കേട് പോലായിരുന്നു. അത് എന്തോ ഒരു വലിയ വിഷയമാണെന്ന് ഓർത്ത്. പക്ഷേ ഞാൻ ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് തീർത്ത് മാറിക്കിട്ടുന്നതിന് സാധിച്ചു. അതുപോലെ എൻ്റെ കാലിൻ്റെ ഇടുക്കുകളിൽ പരിവുണ്ടാകുന്നൊരു ഇതുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദനയാണ്. അത് പല പ്രാവശ്യം ഇങ്ങനെ വരും. അതൊന്നും മാറി അടുത്തത് വരുന്ന വേറെ എവിടെ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ വരും. അങ്ങനെ ഞാൻ ഒത്തിരി നാളുകൾ ഇതങ്ങനെ സഹിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിൽ നാണക്കേട് കാരണം കാണിക്കത്തുമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വേഗം ഇങ്ങനെ തോന്നുകയാണ്, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയായിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ മകളായിട്ട് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ഇത് ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ തോന്നിയില്ല. ഞാൻ തൈലം എടുത്ത് അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ പരിവ് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതിന് ഈ 2 രോഗസൗഖ്യങ്ങളും എനിക്ക് കിട്ടുന്നതിന് സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ ഞാനൊരു ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കൊരു 21 വർഷത്തോളമായിട്ട് എനിക്ക് പഞ്ചായത്തിന് എഴുതി കിട്ടാതിരുന്നൊരു റോഡുണ്ടായിരുന്നു. അത് ഞാൻ പഞ്ചായത്തിന് എഴുതി കിട്ടുന്നതിന് എന്നെ അമ്മ മാതാവ് സഹായിച്ചിരുന്നു. അത് കഴിഞ്ഞ് അതിന് ഞാൻ അന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അതിന് ഉള്ള ഫണ്ട് കൂടി അനുവദിച്ച് അതൊരു റോഡാക്കി തീർത്തിട്ടേ ഞാൻ അമ്മ മാതാവ് എന്നെ ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 30 ലക്ഷം രൂപ അനുവദിച്ച് അത് റോഡിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള നടപടികളും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30 വർഷത്തിന് മേളിലായിട്ട് ഇടവഴിയായിട്ട് കിടന്ന് നടക്കാൻ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വഴിയുണ്ടായിരുന്നു ഞങ്ങളുടെ വാർഡിൽ. അത് ആൾക്കാർക്ക് ഈ രോഗികളായിട്ടുള്ളവർക്ക് പോകുന്നതിനും ഒരു മരണം സംഭവിച്ചാലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു നമുക്ക് അതുവഴി നടക്കാനും എടുക്കാനും. അത് ഞാൻ ഇവിടെ ഉപ്പിട്ട് ആ ഇടവഴിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഓണർ അത് വഴിയായിട്ട് റോഡായിട്ട് വെട്ടി എല്ലാവർക്കും വണ്ടി കിട്ടുന്ന രീതിയിൽ വഴിയാക്കി മാറ്റുന്നതിന് എനിക്ക് സാധിച്ചു. അതും അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വാർഡിൽ ഒരു 19 വർഷത്തോളം ആയിട്ട് ഉണ്ടായിരുന്നൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്.
അതെൻ്റെ ഒരു ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് എനിക്കൊരു 10 ബെഡിന് കിടക്കുന്ന രോഗികളുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റിയെടുക്കണമെന്നുള്ളത്. അതുപോലെ അതിന് പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. 30 പേർക്ക് കിടക്കാവുന്ന രീതിയിലൊരു ആശുപത്രി കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിനും അതുപോലെ 10 ബെഡിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കുന്നതിനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. അതിൻ്റെ അകത്ത് ഈ ഉടമ്പടി വഴിയാണ് എനിക്കത് കിട്ടിയതെന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ അന്നേരം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു സ്റ്റാഫിനെ എടുക്കാനുള്ള ഒരു അനുവാദമുണ്ടായിരുന്നു. അന്നേരം സ്റ്റാഫിനെ വിളിച്ച് എല്ലാവരെയും എടുത്ത സമയത്ത് ഒരു കുട്ടിയെ നമ്മളവിടെ ഒരു സ്റ്റാഫായിട്ട് എടുത്ത് ആ കുട്ടി എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ചേച്ചി ചേച്ചി കൃപാസനത്തിൽ പോകുന്നതുകൊണ്ട് അമ്മ മാതാവ് ചേച്ചി എനിക്ക് തന്നെ ജോലി തരുന്നതിന് അവസരം ഒരുക്കിയതാണ്, ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചെന്നെ വിളിച്ചു. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഇത്രയൊക്കെ അമ്മ എൻ്റെ കൂടെ നടന്നതുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് അന്നേരം എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് അമ്മ എന്നെ അനുവദിപ്പിച്ചു. അതുപോലെ അവിടെ ഒത്തിരി ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ പറഞ്ഞതും ഒക്കെ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അത് ഏതെങ്കിലും വഴി ഫണ്ട് അനുവദിപ്പിച്ച് മേടിച്ചത് ചെയ്യുന്നതിന് എന്നെ അമ്മ സാധിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ കൂടുതൽ ആളില്ലാത്തതുകൊണ്ടാണ് എനിക്കല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്തതുപോലെ സാക്ഷ്യങ്ങൾ പറയാൻ ഉണ്ട്. വിവാഹം നടന്നതായിട്ടും ഭവന പണി പൂർത്തിയായതായിട്ടും അതുപോലെ സ്ഥലം വിൽപ്പന, രോഗങ്ങൾ മാറിയത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന സഹായത്തിലൂടെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ നടന്നതായിട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ എനിക്കിപ്പം ഒരു ഉടമ്പടി പുതുക്കാൻ ഞാൻ 11ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ ആവശ്യങ്ങൾ വയ്ക്കുന്നത് 1-2 കാര്യങ്ങൾ വല്ലപ്പോഴും വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം എനിക്ക് അമ്മ കറക്റ്റായിട്ട് നടത്തി തരുന്നുണ്ട്. പിന്നെ അമ്മയുടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നൊരു തോന്നലാണ് എനിക്ക്. അത് അമ്മ എന്നെ കണ്ടറിഞ്ഞ് ചെയ്തു തരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നത്. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും അതുപോലെ പണമായിട്ട് നൽകേണ്ടവർക്ക് അങ്ങനെയും നൽകിയൊക്കെ സഹായിക്കാറുണ്ട്. എൻ്റെ അമ്മ വയ്യാണ്ട് കിടക്കുന്ന ഒരു രോഗിയാണ്. അന്നേരം ജോസഫ് അച്ഛൻ എപ്പോഴും പറയില്ല, നമ്മൾ എന്തെങ്കിലും എല്ലാവരും ചെയ്യുന്നതിലും കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഉടമ്പടി കൂടി ലഭിച്ചതാണെന്നും അത് ഉടമ്പടി ജീവിതമാണെന്നും തോന്നുള്ളൂ അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയെ ശുശ്രൂഷിക്കുമെങ്കിലും എനിക്കെപ്പോഴും ഉണ്ടായിരുന്ന വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണമെന്നൊരു ആഗ്രഹം. അത് കാരണം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്നെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി കാരുണ്യപ്രവൃത്തി ചെയ്യാൻ, അവരുടെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എന്നെ അമ്മ മാതാവ് സഹായിച്ചു. അതുപോലെ ദിവസവും എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നതിന് അമ്മ സഹായിച്ചു. ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനും ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുവാനും ഒക്കെ അമ്മ മാതാവ് സഹായിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് സാധിക്കുന്നതാണ്. ഒത്തിരി പ്രതിസന്ധികളിലൂടെയും ഒത്തിരി വിഷമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണും. ഞാൻ എൻ്റെ ഇടവകയിലെ അൾത്താരയുടെ മുന്നിൽ വന്ന് ഒരു അരമണിക്കൂർ മിക്കവാറും ഞാൻ ശ്രമിക്കാറുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീർത്തിട്ട് വീട്ടിലോട്ട് പോകുവാനായിട്ട്. അത് എൻ്റെ ജനപ്രതിനിധിയാണെങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങളെ വാർഡ് മെമ്പർ എന്നുള്ള ആ രീതിയിലും എൻ്റെ വീടിനെയും എല്ലാം ജനങ്ങളെയും എല്ലാം ചേർത്തിണക്കി ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമ്മ മാതാവിൻ്റെ ഒറ്റ ഒരു കരുതലുകൊണ്ട് മാത്രമാണ് എനിക്ക് സഹായിച്ചത്. അതുപോലെ ഞാൻ എവിടെ പോയാലും എന്ത് പ്രശ്നത്തിന് പോയാലും 82ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. ദൈവമാണ് ന്യായാധിപന്മാരുടെ, അതാണ് ആ സങ്കീർത്തനം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും തീരുമാനമുണ്ടാകുന്നതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ എന്ത് കാര്യത്തിനും ശാന്തമായിട്ടിരുന്നാൽ ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും കരുതുമെന്നുള്ള ഒരു വിശ്വാസവും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്തുന്നതിന് ദൈവം എന്നെ സഹായിക്കുന്നു. എന്നെ ഈ ഒരു നിലയിൽ ഇതേപോലെ സംരക്ഷിച്ച് നിർത്തുന്ന എൻ്റെ അമ്മയ്ക്കും പൊന്നുതമ്പുരാനും 1000 തന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചതിനും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു.
എൻ്റെ പേര് സിയോണ ഷാജൻ. ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 6-ാം തീയതി 2023 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് +2 കഴിഞ്ഞ് വിദേശത്ത് പോയി പഠിക്കണമായിരുന്നു. അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കടമ്പ എന്ന് പറയുന്നത് IELTS ആണ്. അപ്പം IELTS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് എങ്ങനെയും പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ IELTS എനിക്കൊരു മാസം ടൈമുണ്ട്, കോച്ചിങ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. തൈലം, ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നെ ഉപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇപ്പോഴും എൻ്റെ ഷർട്ടുമ്മേ ഞാൻ പിൻ ചെയ്തിട്ടാണ് എപ്പോഴും പോയിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, 1 മാസം കൊണ്ടൊന്നും IELTS ആർക്കും പാസ്സാവാനൊന്നും പറ്റില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്തായാലും എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ അത് പാസ്സായി. വളരെ നല്ല മാർക്കോട് കൂടി എനിക്കത് പാസ്സാവാൻ പറ്റി. അത് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കൊന്തെത്തിക്കും, എപ്പോഴും കൊന്തെത്തിക്കും. എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ കൊന്തെത്തിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നെ എക്സാം എഴുതാൻ പോയപ്പോഴാണെങ്കിൽ പോലും അമ്മ വിളിച്ച് പറയും, നീ തൈലം പുരട്ടിയിട്ട് വേണം പോവാന്ന് പറയും. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ടായിരിക്കും നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പോവും. അങ്ങനെ ഞാൻ IELTS പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ എനിക്ക് ഫുൾ കഷ്ടപ്പാടുകൾ വന്നത്. ഞാൻ ആദ്യം ട്രൈ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് കാനഡയായിരുന്നു. പിന്നെ ന്യൂസിലാൻഡ് ട്രൈ ചെയ്തു, സിംഗപ്പൂർ ട്രൈ ചെയ്തു. എല്ലാം എനിക്ക് എന്താ പറയുക, അഡ്മിഷൻ കിട്ടും, പക്ഷേ ലോണിൻ്റെ ഇതെത്തുമ്പോൾ എല്ലാം പോവും. എന്ന് വെച്ചാൽ പൈസ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ പൈസ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞങ്ങൾ അത്രയ്ക്കും അധപതിച്ച് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സിംഗപ്പൂരായിരുന്നു എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇനി ട്രൈ ചെയ്യണോ, നമുക്ക് ഇവിടെ തന്നെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, എന്തായാലും നീ കാല് മുമ്പോട്ട് വെച്ചു, ഇനി അത് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. നീ ഒരു കാര്യം ചെയ്യും, നീ USA ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ്. പിന്നെ പോരാത്തതിന് എന്താ പറയുക, അത്രയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയ്ക്കും പൈസ ഉള്ളവരാണ് അങ്ങോട്ട് പോവുക. പക്ഷെ ഞങ്ങളുടെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ US ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോഴും എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലൊരു ആരാധനാലയമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, കുരിശിൻ്റെ വഴി ചൊല്ലും. കുരിശിൻ്റെ വഴി ഞാൻ മുടക്കിയിരുന്നില്ല. എന്താ പറയുക, അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, കുരിശിൻ്റെ വഴി എപ്പോഴും ചൊല്ലണം കേട്ടോ. അപ്പോൾ ഞാൻ കുരിശിൻ്റെ വഴിയും ചൊല്ലും. പിന്നെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞാൻ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അതെനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ധൈര്യം എനിക്ക് തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിസ ഇൻ്റർവ്യൂ ആണ് അടുത്ത കടമ്പ. അപ്പോൾ അന്ന് ഞാനും പപ്പയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് അന്ന് രാത്രി കിടന്നുറങ്ങണ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇതെങ്കിലും എനിക്കൊന്ന് പാസ്സാക്കി തരണം. എനിക്കിനി വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ, അല്ലെങ്കിലോ കുറേ പൈസ അവർ ചിലവാക്കി, എനിക്കിനി പറ്റില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. അന്ന് ഞാൻ 3 മണി സമയത്ത് എത്തിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക ഒരു പവറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മണിക്ക് എനിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ കൊന്ത ചൊല്ലിയിരുന്ന് പ്രാർത്ഥിച്ചു. അത് ഞാൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണ സമയത്ത് മാതാവും ഈശോയും, ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പറയുന്ന സമയത്ത് മാതാവ് ഈശോയും ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നൊരു സംഭവമാണ് ഞാൻ കാണുന്നത്. അത് കണ്ടതും ഞാൻ പെട്ടെന്ന് എനിറ്റു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എനിച്ചപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു കേട്ടോ, അങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അപ്പം എന്തായാലും നീ പാസ്സാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് പോയി. വിസ ഇൻ്റർവ്യൂവിന് നിൽക്കുന്ന സമയത്ത് മിക്ക പിള്ളേരും റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിനാണെങ്കിൽ എൻ്റെ വിസ ഇൻ്റർവ്യൂവർ ഭയങ്കര കർക്കശക്കാരിയാണ്, എല്ലാവരും റിജക്റ്റാക്കി വിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നു. ആ സമയത്താണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ മാതാവുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം മാതാവിനെ. എന്നിട്ട് ഞാൻ, മാതാവേ നിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് വിസ ഇൻ്റർവ്യൂവിന്. വിസ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു.
എന്താ പറഞ്ഞത് എനിക്കറിയില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു വിസ അപ്രൂവ്ഡ് ആയി. അത് കേട്ടതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ കരഞ്ഞു. കാരണം മിക്കവരും സ്വപ്നം കാണുന്നൊരു രാജ്യം, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒട്ടും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രാജ്യം, ഞങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്തൊരു രാജ്യം. അപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ നിനക്കിത് എങ്ങനെ കിട്ടിയതായിരുന്നു പപ്പയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിനക്കിത് എങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല പപ്പ, ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എൻ്റെ വിസ ശരിക്കും 2 വീക്കിനുള്ളിൽ വീട്ടിലെത്തണം. പക്ഷെ എൻ്റെ വിസ എത്തിയിട്ടില്ല. പാസ്പോർട്ടിലാണ് ഒരു വിസ അടിച്ചിട്ട് വരാം. അപ്പം എൻ്റെ വിസ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ വിസ എത്താത്തത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി വീണ്ടും മാതാവിനോട് ഇങ്ങനെ പറയണം, നീ എന്തിനിങ്ങനെ പരീക്ഷിക്കണേ, കുറേ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാനും പപ്പയും അടുക്കാനുണ്ടായൊരു കുറേ സാഹചര്യങ്ങളായിരുന്നു ആ ഹൈദരാബാദ് എന്നുള്ളൊരു ട്രിപ്പ്. ഞാനും പപ്പയും കൂടുതൽ അടുത്തതും പപ്പയുടെ കാര്യങ്ങൾ അറിഞ്ഞതും പപ്പ ഇത്രത്തോളം കഷ്ടപ്പാടിൽ പോയിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞതും ഞാൻ ആ സമയങ്ങളിലായിരുന്നു. അങ്ങനെ ഹൈദരാബാദ് എത്തി, എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ US പോവാണ്. അതുവരെ എൻ്റെ പപ്പേനെ കുത്തുവാക്കുകൾ പറഞ്ഞ എല്ലാവരും ആഹാ മോൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോ. കാരണം തല്ല് താഴ്ത്തി നടക്കായിരുന്നു എൻ്റെ പപ്പ. എല്ലാവരുടെ ഫ്രണ്ടിലും എല്ലാവരും ചോദിച്ചു നിനക്ക് പ്രാന്തുണ്ടോ മോളെ ഇങ്ങനത്തെ വട്ടിനൊക്കെ സമ്മതിച്ച് വിടാൻ. പക്ഷേ പപ്പ പറഞ്ഞു അത് അവളുടെ സ്വപ്നമാണ്, അവൾ പോട്ടെ, അവൾ വളരട്ടെ, എന്നെക്കാളും വലിയ നിലയിലെത്തണം എൻ്റെ മക്കൾ എന്നുള്ളൊരു ഒറ്റൊരു വാക്ക് എൻ്റെ അപ്പൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. അത് എനിക്കറിയില്ല, എൻ്റെ അപ്പൻ അത്രയും സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ US ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കണത്. എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ചേട്ടനാണ്, എനിക്ക് 8 വയസ്സ് കൂടുതലായിട്ട് എന്നെക്കാളും 8 വയസ്സ് മൂത്തതാണ്. അപ്പം ഞാനും ചേട്ടനും അത്രയും കണക്റ്റഡ് അല്ല. പക്ഷേ US ശേഷം ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസായി. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ചേട്ടനോട് പറയും, എന്തുണ്ടെങ്കിലും. ഇപ്പോൾ ആദ്യം ഞാനും ചേട്ടനും സംസാരിക്കുന്നില്ല, ഇപ്പോൾ ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. അതിന് മാതാവിന് വലിയൊരു കളിയുണ്ട്. കാരണം ഞാൻ എപ്പോൾ കൃപാസനത്തിൽ വന്നാലും ഞാൻ പറയും മാതാവേ, എല്ലാവരും ചേട്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വേണം. ഞാൻ US അതുകൊണ്ട് എത്തിയതിന് ശേഷം ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസായി. ചേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി. അതുപോലെ തന്നെ ചേട്ടനും എൻ്റെ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. ദുബായിൽ പോയി, അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വിഷമിച്ചിട്ടാണ് ചേട്ടൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അമ്മാതിരി കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടും ആൾക്കാർ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി, പപ്പേനും അമ്മേനെയും, നിൻ്റെ മോനൊരു ജോലിയില്ലേ, എന്തിനാ ഇവൻ വീട്ടിലിരിക്കണേ, ഇവനെന്തേ ഇത്രയും പ്രായമായില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ധാരാളം ഷിപ്പിംഗ് കമ്പനിയിൽ പുള്ളി അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ആൾക്കൊരു ഇൻ്റർവ്യൂ പാസ്സായി. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ ആൾക്ക് ജോലി കിട്ടി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഇപ്പം എൻ്റെ പപ്പ ഭയങ്കര പ്രൗഡാണ് ചേട്ടൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ അമ്മയും ഞാനും ഉടമ്പടി എടുത്തൊരു സംഭവമാണ് ചേട്ടൻ്റെ കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ 2 പേരുടെ കാര്യത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കുറേ അടുത്തു, എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്തു. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഇപ്പം US പോലും അറിയാം നമുക്ക് ഓഫ് ക്യാമ്പസ് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഓൺ ക്യാമ്പസിൽ നമുക്ക് ജോലി ചെയ്താലാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് സെം എനിക്ക് ജോലി കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പള്ളിക്ക് പോയി. ഇപ്പം ഞാൻ അവിടുത്തെ പള്ളി കൊയറിൽ കയറി. ക്യാമ്പസ് മിനിസ്ട്രി എന്ന് വെച്ചാൽ പള്ളി കൂട്ടായ്മയാണത്, അതിലെനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ കയറിയിരിക്കണത് കെമിസ്ട്രി ലാബിൽ. ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്തൊരു സംഭവമാണ്, അതെനിക്ക് കിട്ടി. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മ പപ്പ എല്ലാവരുടെ ജീവിതത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട്.
അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതിലുപരി ഞാൻ ധാരാളം കാരുണ്യപ്രവർത്തികളും ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലായിരുന്ന സമയത്താണെങ്കിൽ ഞാൻ വൃദ്ധസദനത്തിൽ പോവും. എനിക്ക് അവിടുത്തെ അമ്മമാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഓർമ്മയില്ല അവരെന്താ പറയണത്, കുട്ടികളെ പോലെയാണ്. അപ്പം ഞാൻ അവരോട് എപ്പോഴും സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ ഇപ്പം US വന്നതിന് ശേഷമാണെങ്കിൽ പോലും അവിടെയുള്ളവർക്ക് പൈസ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർക്കൊരു കൂട്ടാണ് ആവശ്യം. അവരോട് ഇങ്ങനെ കുറേ സംസാരിക്കണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ കുർബാനൊക്കെ കഴിയുമ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്കത് അവർക്കും അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്, എനിക്കും അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇത്രയും കാരുണ്യപ്രവർത്തികളാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, അതെല്ലാം നമ്മളെ മിനുക്കിയെടുക്കാനാണ്, അല്ലാതെ നമ്മൾ ദൈവം കൈവിടുന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പവർ തന്നത് കൊന്തയും കാശുരൂപവും പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കൈവിട്ടിട്ടില്ല. ഈ 3 സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മാതാവിൻ്റെ കാശുരൂപം. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവും. ഇതിപ്പോൾ എവിടെയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും എൻ്റെ കൂടെ കാശുരൂപം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ചെയ്തെന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ പറയുന്നു. എൻ്റെ പേര് മായ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ ആര്യൻ. ഞാൻ 2022 ഡിസംബർ 23 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എൻ്റെ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുമ്പ് 2 വാക്ക് എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ 2022 വലിയൊരു ക്രൈസിസിൽ വലിയ സങ്കടത്തിലിരിക്കുമ്പോഴാണ് എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയാൻ പറ്റിയതും ഇങ്ങോട്ട് വരാൻ പറ്റിയതും. വിനീത എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് പത്രം തന്നതും ഒക്കെ. അപ്പോൾ ആ ചേച്ചി എന്നോട് കാര്യം പറഞ്ഞിരുന്നു, മോളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞിട്ട് ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ടതാ, അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വിഷമങ്ങളൊക്കെ മാറും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, 6 നിയോഗങ്ങൾ എഴുതി ഇങ്ങനെ ഉടമ്പടി എടുക്കാമെന്നൊക്കെ. എനിക്ക് ആക്ച്വലി ഉടമ്പടി എന്താണെന്നോ അമ്മയെക്കുറിച്ചോ ഒന്നും അറിയില്ല, പ്രാർത്ഥന അറിയില്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ വിശ്വസിച്ചു. 6 കാര്യങ്ങൾ അതായിരുന്നു എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ശരിക്കും ഞാൻ 6 കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, എൻ്റെ 6 കാര്യങ്ങൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും അല്ല എനിക്ക് അമ്മ ചെയ്തു തന്നത്. ഞാൻ വയ്ക്കാത്ത എൻ്റെ കാര്യങ്ങളായിരുന്നു അമ്മ ആദ്യം സാധിച്ചു തന്നുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ 2 സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു നേരത്തെ. അതിലെനിക്ക് ആദ്യമായിട്ടും തന്ന സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ മകന് ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തെ ഒരു 11 സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട്. അതിലൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ ആയിരുന്നു. അങ്ങനെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഇൻട്രാക്ഷൻ കിട്ടിയത് ഞാനിവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ പോയി ഞാൻ ഈ ഉടമ്പടി പുതുക്കുന്നുണ്ട്, എല്ലാമൊക്കെ ആകുന്നെങ്കിലും എനിക്ക് എങ്ങനെയാണ് ഈ ഉടമ്പടി കൊണ്ടുപോകേണ്ടത്, ആക്ച്വലി ഈ ഉടമ്പടി ലൈഫ് എങ്ങനെയാണ് എന്താണ് എനിക്ക് ഒരു മെൻറ്ററെ കിട്ടിയിട്ടില്ല. പക്ഷേ അമ്മ തന്നെ, ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ആരോടൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടും ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എനിക്ക് ക്ലിയർ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മ തന്നെ എനിക്ക് ഓരോ കാര്യങ്ങളും നീ ഇന്ന പോലെ ചെയ്യാമെന്ന് എനിക്ക് പറഞ്ഞു തന്ന അമ്മ തന്നെയാണ് എൻ്റെ മെൻറ്റർ. ഞാൻ ഇവിടെ അച്ഛൻ ക്ലാസ് തരുമ്പോൾ ഞാൻ ഈ ക്ലാസ്സൊക്കെ കേൾക്കും, പക്ഷേ എനിക്കൊന്നും പിടികിട്ടണില്ല, ഒരു ഐഡിയ ഇല്ല. നമ്മൾ അമ്പലം, വീട്, പ്രാർത്ഥന, പൂജ അങ്ങനെ നടന്നതായിരുന്നു. അപ്പോൾ ഇത് എനിക്കറിയില്ല. അച്ഛൻ മത്തായിയുടെ സുവിശേഷം, സങ്കീർത്തനമൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഈശോയുടെ കൂടുതൽ അടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങളും അമ്മയും അപ്പയും എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരും. രാവിലെ ഞാൻ 5:15 അലാറം വെച്ചിട്ടാണ് കിടക്കണം, പക്ഷെ 5:14 ആകുമ്പോഴേക്കും എൻ്റെ അമ്മ വന്ന് എന്നെ വിളിക്കും, എണീക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് ചോദിക്കും. അങ്ങനെയാണ് എൻ്റെ ലൈഫ് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വിശ്വാസ പ്രമാണം അച്ഛൻ പറയുന്ന പോലെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കും. എനിക്ക് അതിനുള്ള ആ ഒരു കൃപ ഈശോ തന്നെ തന്നത്. അങ്ങനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ പിതാവ് 7 തവണ പറയുമ്പോൾ ഞാൻ സ്വർഗീയ അപ്പയെ മനസ്സിൽ കാണും. അപ്പയുടെ പാദം സ്വർണ്ണ തളികയിൽ വെച്ചിരിക്കുക. അപ്പം ഞാൻ പാദം കഴുകും, എന്നിട്ട് പട്ടുതൂവാല കൊണ്ട് തുടയ്ക്കും, പാദം ചുംബിക്കും, സുഗന്ധദ്രവ്യങ്ങൾ ചാർത്തും. എന്നിട്ട് ഞാൻ പുഷ്പ അർച്ചന നടത്തിയിട്ടാണ് ആ 7 സ്വർഗസ്ഥനായ പിതാവ് പൂർത്തിയാക്കണത്. അതുപോലെ നന്മ നിറഞ്ഞ മറിയവും 7 ചൊല്ലുമ്പോൾ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും പാദത്തിൽ ഇതുപോലെ തന്നെ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ രാവിലെ തുടങ്ങി എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. ഇപ്പം എൻ്റെ കൈ പിടിച്ച് അമ്മ നടത്തിക്കൊണ്ടുപോയി ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും, നീ ഇന്ന പോലെ ചെയ്താൽ മതി എന്ന്. ഞാൻ ഓക്കെ അങ്ങനെയാണ് പോകുന്നത്. എനിക്കിപ്പോൾ 6 നിയോഗങ്ങളൊന്നും എഴുതാനില്ല.
കാരണം ഞാൻ എൻ്റെ ഒരു ആവശ്യം ഇപ്പം ഞാൻ അങ്ങനെ പറയാറില്ല അമ്മയോട്. ഞാൻ അമ്മയോട് പറയണേ അമ്മയുടെ ഹിതം അല്ലെ അപ്പയുടെ ഹിതം എന്താ അതുപോലെ ചെയ്തു തന്നാൽ മതി എന്നാ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ നിയോഗമായിട്ട് എഴുതുന്നത്, കർത്താവെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് അവിടുന്നാണ്. അവിടുത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ, അവിടുത്തോടൊപ്പം ജീവിക്കുവാൻ എന്നെ സഹായിക്കണേ, ഇതാണ് എൻ്റെ നിയോഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വയ്ക്കുന്നത്, കർത്താവെ വിശുദ്ധ പൗലോസിനെ പോലെ അവിടുത്തെ നാമം വഹിക്കുന്ന പാത്രമാകുവാൻ എനിക്ക് മോശയെപ്പോലെ സൗമ്യതയും സ്നേഹവും എളിമയും ക്ഷമയും ആത്മസംയമനവും നൽകണമേ. പിന്നെ കർത്താവെ എൻ്റെ കണ്ണീരിന് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഉടമ്പടിയിലൂടെ എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ഇതൊക്കെയാണ് എൻ്റെ നിയോഗങ്ങൾ. പിന്നെ ഞാൻ ഇനി ഒരു നിയോഗമുണ്ട്, കർത്താവെ ഉടമ്പടി പ്രകാരം എനിക്ക് ജീവിക്കുവാനും പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് അനുതാപത്തോടെ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിൻ്റെ അഭിഷേകം നൽകണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടിയിലൂടെ എന്നെ പുനഃക്രമീകരിക്കണമേ. ഇതൊക്കെയാണ് എൻ്റെ നിയോഗങ്ങൾ. അല്ലാതെ ഞാൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വയ്ക്കാറുണ്ട്, അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി വയ്ക്കാറില്ല. ഞാൻ പറയും, എന്നെ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ദൈവസന്നിധിയിൽ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഈ മണ്ണിൽ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എൻ്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനയും നിയോഗങ്ങളും. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം. ഇതെൻ്റെ മകനാണ്. അവൻ 10th CBSE ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ബഹുമാനപ്പെട്ട, അതിലുപരി നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛനെ കൊണ്ടുവന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛൻ കാശുരൂപം കൊടുത്തു, അത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവനെ സ്കൂളിൽ തന്നെ സ്കൂൾ ടോപ്പർമാരിൽ ഒരാളായിട്ട് പ്രിൻസിപ്പലും ബാക്കി ടീച്ചേഴ്സും എല്ലാം വിചാരിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അവരെല്ലാവരും അങ്ങനെ പ്രതീക്ഷയിലാണ്, അമ്മ സഹായിക്കണം, അമ്മ സഹായിച്ചാൽ മാത്രമേ ഇവൻ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഓരോ ദിവസവും കാശുരൂപമായിട്ട് പോയി പ്രാർത്ഥിച്ചു. അവിടെ പുറത്ത് ഉപ്പിട്ടിട്ട് ഞാനവിടെ പ്രാർത്ഥിച്ച് നിൽക്കും. ഇവൻ പരീക്ഷ എഴുതി. മാത്സ് അങ്ങനെ ഓരോ പരീക്ഷകൾ കഴിഞ്ഞു. എക്സാം എല്ലാം നല്ല ഈസി ആയിരുന്നു. മാത്സ് പരീക്ഷയായി. മാത്സ് പരീക്ഷ വന്നപ്പോൾ അന്ന് രാവിലെ തന്നെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണിച്ചു കൊടുത്തിട്ട് അമ്മ തന്നെ ഇവനോട് പറയുകയാണ്, മക്കളെ നീ ഇത് നോക്കിയിട്ട് പോ, ഇത് അതുപോലെ ചോദിക്കുമെന്ന്. ഇവൻ ആ ക്വസ്റ്റ്യൻ അതുപോലെ നോക്കി. എന്നാൽ പഠിക്കാനൊന്നും പറ്റിയില്ല, പക്ഷേ അത് ബൈ ഹാർട്ട് ചെയ്യും പോലെ ചെയ്തിട്ട് പോയി. ആൻസറും എല്ലാം നോക്കി നോട്ട് ചെയ്തു. ആ സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നു, അവനത് എഴുതി. അതുപോലെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവന് അറിയില്ല. അവിടെ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. അയ്യോ ഇതെന്തോ ചെയ്യും, എൻ്റെ 3 മാർക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവൻ്റെ ചെവിയിൽ ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുക, മക്കളെ നീ ഇങ്ങനെ എഴുത്, ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പുകൾ എഴുത്, ലാസ്റ്റ് ആൻസർ എങ്ങനെ കിട്ടുമെന്ന്. ഇവൻ അതുപോലെ എഴുതി. ശരിയാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇവൻ വീട്ടിൽ വന്ന ഉടനെ ഗൂഗിളിൽ കയറി നോക്കി ആൻസർ ശരിയാണോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്ത ആ സെയിം സ്റ്റെപ്പ്, സെയിം ആൻസർ. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ ഇന്നതാക്കണം ഇങ്ങനെയൊന്നും ഞാൻ ഈശോയോട് പറയാറില്ല. ഞാൻ പറയും, അപ്പം ഇത് അവിടുത്തെ മക്കളാണ്, എൻ്റെ മക്കളല്ല. ഇവരെന്താകണമെന്നാണോ അവിടുത്തെ ഹിതം, അത് നിറവേറ്റിയാൽ മതി. അല്ലാതെ ഇവരെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം അതൊന്നും എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ രാവിലെ സ്കൂളിലായാലും, മൂത്ത മകനുണ്ട്, അവൻ കോളേജിൽ പോകുമ്പോഴും ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴായാലും അവർ യാത്രയാക്കുമ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പറയും, ഈശോയെ അവിടുന്ന് കൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഇവരെ യാത്രയാക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കിനി ഒരു ടെൻഷനും ഇല്ല. അവിടുന്ന് കൂടെ ആയിരിക്കണമേ എന്ന് പറയുമ്പോൾ ഒരു സഹയാത്രികനായിട്ട് അദ്ദേഹം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ തന്നെയാണ് എൻ്റെ മക്കളെ വഴി നടത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ എക്സാം കഴിഞ്ഞു. സ്കൂൾ ടോപ്പർമാരിൽ ഒരാളായിട്ട് അമ്മ ഇവനെ ഉയർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ 11th എനിക്ക് സ്കൂൾ മാറേണ്ട ഒരവസ്ഥ വന്നു. എൻ്റെ മൂത്ത മകൻ്റെ കോളേജ് പഠനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു റെൻ്റൽ ഹൗസിലേക്ക് മാറി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഡൊണേഷനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഡൊണേഷനൊന്നും ഇല്ലാതെ അഡ്മിഷൻ എടുത്ത് തരണം. +1 അപ്പോൾ എന്തായാലും ഡൊണേഷൻ കൊടുക്കണം. മാത്രമല്ല ഇവൻ പഠിച്ചിറങ്ങിയ സ്കൂളിൽ നിന്ന് ഇവൻ അവാർഡ് കിട്ടാതെ പോവുകയും ചെയ്യേണ്ടി വരുന്നു. കാരണം TC എടുത്ത് പോയാൽ അവർ അവാർഡ് കൊടുക്കത്തില്ല, സ്കൂൾ ടോപ്പറായാലും അവാർഡ് കൊടുക്കത്തില്ല. അപ്പോൾ ഇവനതിൽ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സാരമില്ലടാ, +2 ആകുമ്പോൾ നിനക്ക് കിട്ടും, നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇവനെ സമാധാനിപ്പിച്ചു. പക്ഷേ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വിളി വരികയാണ്, ആര്യനെയും കൊണ്ടുവരണം, അവാർഡ് സെറമണിയിൽ ആര്യൻ അവാർഡുണ്ട്, കൊണ്ടുവരണമെന്ന്. അപ്പോൾ അത് ഇന്ന് വരെ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ TC എടുത്ത് പോയൊരു കുട്ടിക്കൊരു അവാർഡ് കൊടുത്തിട്ടില്ല. അങ്ങനെ അമ്മ അവന് അവാർഡ് കൊടുത്തു. അത് കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുക്കാൻ പുതിയ സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞ സ്കൂളിൽ തന്നെ അമ്മ അഡ്മിഷൻ തന്നു. അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവരൊരു ദിവസം വിളിക്കുകയാണ്, ഇന്ന് ആര്യനെയും കൊണ്ട് വരണം, അഡ്മിഷനാണെന്ന്.
ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞാനൊരു കാശ് രൂപം മാത്രം കയ്യിലെടുത്തു, എൻ്റെ ബാഗിലുണ്ട്, അതും കൊണ്ട് പോയി. ഉടമ്പടി വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനങ്ങനെ പോവുകയാണ് ഇവനെയും കൊണ്ട്. അവിടെ ചെന്നു. അപ്പം ഞാൻ ഓരോ കുട്ടികളായിട്ട് വിളിച്ചിട്ടാണ് റൂമിലേക്ക് കയറ്റി അവർ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വിചാരിച്ചു, ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരുന്ന് ആര്യൻ്റെ പേര് വിളിച്ചു. ആര്യൻ്റെ പേര് വിളിക്കുന്നതിന് മുൻപ് മോന് നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് അവന് ഭയങ്കരമായിട്ടൊരു ചുമ വന്നു. ചുമയെന്ന് പറഞ്ഞാൽ ത്രൂ ഒരു ചുമ ഇങ്ങനെ നിൽക്കണില്ല. അപ്പം അവന് എന്താടാ നിനക്കിപ്പോൾ ഒരു ചുമ? അപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് കയറണം. നീ ഇങ്ങനെ ചുമച്ചുകൊണ്ട് അത്രയും നിർത്താത്ത ചുമയായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗ് തുറന്നു നോക്കി. ഞാൻ എപ്പോഴും ഉപ്പ് എൻ്റെ ബാഗിനകത്ത് കാണും. ഞാൻ എന്നോ ഇട്ടൊരു ഉപ്പ് എൻ്റെ ബാഗിലുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് ഇവൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി നാവിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം തന്നെ ചുമ പിന്നെ ചുമച്ചിട്ടില്ല. അത് കഴിഞ്ഞു. മോൻ്റെ പേര് വിളിച്ചു. നമ്മൾ ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ ഇങ്ങനെ സെൻറ്ററിൽ ഇരിക്കുക, 4 ചുറ്റിനും കുറേ ആൾക്കാർ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ പാരൻസിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരുത്തിക്കുമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതെല്ലാം അവിടുത്തെ +1 +2 ടീച്ചേഴ്സായിരുന്നു. വലിയൊരു ഇൻ്റർവ്യൂ ബോർഡായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നേ അറിയില്ല. എനിക്ക് ഞാൻ തന്നെ നാവിൽ ഉപ്പൊക്കെ ഇട്ട് കുരിശൊക്കെ വരച്ച് ഒക്കെ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അത് അമ്മയ്ക്കറിയാം. അമ്മ അതുകൊണ്ട് ആ ചുമയായിട്ട് അവന് കൊടുത്തു, ഉപ്പ് നാവിലേക്ക് ഇടാൻ സാധിച്ചത് തന്നെ. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നു. ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അവരുടെ ഒരു ആക്സെൻ്റ് എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല. പക്ഷേ ഇവൻ റിപ്ലൈ പറയുന്നിട്ട് ഇവൻ ഇത്രയൊക്കെ പറയാൻ പറ്റുമോ, പറയാൻ കഴിഞ്ഞോ എന്നൊക്കെ ഞാനവിടെ അതിശയിച്ചിരിക്കുക. പക്ഷെ അതെല്ലാം അമ്മയാണ് അവനിലൂടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അവന് അനുഗ്രഹം കൊടുത്തത്. പക്ഷേ ആ ഇൻ്റർവ്യൂ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഇവൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ഇവൻ്റെ ഹോബീസ്, അത് ഇതെല്ലാം. പക്ഷെ അന്ന് അങ്ങനെ ആ സ്കൂളിൽ ഇങ്ങനെ ഒരു പുതിയ കുട്ടി അഡ്മിഷൻ എടുത്തേക്കുവാ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു അസറ്റാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെയും ആ സ്കൂളിലെ എന്തോ ഒരു VIP സ്റ്റുഡൻ്റായിട്ടാണ് ഇവൻ അവിടെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് +1 തന്നെ സ്കൂളിൽ വേഴ്സിഫിക്കേഷൻ, ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്നിവന് പ്രൈസ് അടിച്ചില്ല. സോ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ വന്നപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, ഇവിടെ സ്കൂളിൽ പ്രൈസ് അടിച്ചാൽ മാത്രമേ നിനക്ക് CBSE ഇൻ്റർ സ്കൂൾ സഹോദയം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവന് വലിയ വിഷമമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ പിന്നെ സാരമില്ലടാ, നമുക്ക് 12th നോക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ 12th ഇപ്പോൾ സ്കൂളിൽ വേഴ്സിഫിക്കേഷൻ കോമ്പറ്റീഷൻ നടത്തി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ 3rd എങ്കിലും മതിയെന്ന്. ടോപ്പിക്ക് അവരാ കൊടുക്കുന്നേ. സാധാരണ ഇവൻ പോയി എഴുതുമ്പോൾ ഒരു 3 ദിവസമെങ്കിലും എടുക്കും ആ പോയം കംപ്ലീറ്റ് ആക്കാൻ. അപ്പം ഞാൻ മാതാവിനോട് പറയണം, അമ്മേ അവിടെ ചെല്ലുമ്പോൾ അവരൊരു ടോപ്പിക്ക് കൊടുക്കും, അവിടെ ഇരുന്ന് അവന് എഴുതണം, എന്നാലല്ലേ കോമ്പറ്റീഷനല്ലേ, അമ്മ വരികൾ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ഇവനെ യാത്രയാക്കി. ഇവൻ പോയി. ഇവനെ 24 മണിക്കൂറും അമ്മ ഈശോയും വിളി മാത്രമേ ഉള്ളൂ. ഇവനതുപോലെ പ്രാർത്ഥിച്ചു. അമ്മ വരികൾ കൊടുത്തൊരു A4 സൈസ് ഫുൾ പേജിൽ ഇവനെഴുതി 3rd എങ്കിലും കിട്ടണേന്ന് അവൻ പ്രാർത്ഥിച്ചു. അമ്മ 2nd കൊടുത്തു. നാളെ CBSE ഇൻ്റർ സ്കൂൾ ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ കോമ്പറ്റീഷനാണ്. അതിലവന് സെലക്ഷൻ കിട്ടി. നാളെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ മോൻ തന്നെ കവിളത്ത്, ഈ കവിളിൻ്റെ ഈ ഭാഗത്തൊരു തടിപ്പ് ഭയങ്കര വേദനയായിട്ടിരുന്നു. ഇവൻ ഒരു ദിവസം പ്രസ് ചെയ്തപ്പോൾ ആ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് പ്രസ് ചെയ്തത്. ഈ പസ് ഇങ്ങനെ തെറിച്ച് കണ്ണാടിയിലേക്ക് ഒരുപാട്, ഒരു 5 മിനിറ്റോളം പസ്സും ബ്ലഡും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ പറഞ്ഞു, നാളെ നമുക്ക് നോക്കാം, വീണ്ടും ഇതുപോലെ തടിച്ച് വരുവാണെങ്കിൽ ഡോക്ടറെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞു വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ തടിപ്പെല്ലാം പൂർണ്ണമായിട്ട് മാറി. അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇനി എൻ്റെ ഒരു സൗഖ്യം പറയാം. എനിക്ക് യൂട്രസിൽ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 1 ഇയറായിട്ട് ഇങ്ങനെ സിസ്റ്റ് കാണും, സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് കാണും. പിന്നെ നമ്മൾ മെഡിസിൻ എടുക്കും, അപ്പോൾ സിസ്റ്റ് മാറും. വീണ്ടും കുറേ ദിവസം കഴിയാം, ഡോക്ടർ പറയും ഒരു 4 months ആകുമ്പോൾ വീണ്ടും ചെയ്യണം. അപ്പോൾ വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും സിസ്റ്റ്, അങ്ങനെ മെഡിസിനുമായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു ഞാൻ. പക്ഷേ അമ്മയോടത് പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. അമ്മ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്നുള്ള ഇതിൽ ഞാൻ അത് മാറിക്കൊള്ളും എന്നുള്ള രീതിയിൽ ഞാനിരുന്നു. പിന്നെ എനിക്ക് അഡിനോമയോസിസ് ഉണ്ടായിരുന്നു. അഡിനോമയോസിസ് മീൻസ് എൻഡോമെട്രിയം കട്ടി കൂടുന്ന ഒരവസ്ഥ. അത് പീരീഡ്സൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. പക്ഷേ അതൊക്കെ എൻ്റെ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ പെയിൻ എല്ലാം അമ്മ എനിക്ക് മാറ്റി. പക്ഷേ ഈ സിസ്റ്റിൻ്റെ കാര്യമായിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സിസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. എൻ്റെ വയറിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അടുത്ത സ്കാനിൽ എൻ്റെ അഡിനോമയോസിസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയും, അത് പെർമനൻ്റ് ഉണ്ടായിരുന്ന അവസ്ഥ, അതൊരിക്കലും മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അതും മാറി, സിസ്റ്റു മാറി, നോർമൽ സ്റ്റഡി എന്നൊരു റിസൾട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്കൂട്ടർ എൻ്റെ മോന് വാങ്ങാനായിട്ട്, ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ നല്ലൊരു സ്കൂട്ടർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മ തന്നെ അത് നോക്കി ചെയ്തു തരണം. അപ്പോൾ അവനൊരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്, സൈനിക് സ്കൂൾ. അവിടെ അവൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് 84, അതായിരുന്നു അവൻ്റെ നമ്പർ. അപ്പോൾ ആ നമ്പറിനോട് അവന് വലിയൊരു പ്രണയമുണ്ട്. അവനിങ്ങനെ ഒരു വണ്ടി വാങ്ങുന്നെങ്കിൽ 5584 അതായിരുന്നു അവൻ്റെ നമ്പർ. പക്ഷെ ആ ഒരു 84 കിട്ടണം എന്നവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ആ വണ്ടി എടുക്കുമ്പോൾ 84 അതിൽ കാണണമെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അതിലൊരു 6 കാണണം, അമ്മയുടെ നമ്പർ 6 അല്ലേ. അപ്പോൾ അവൻ 84 പറഞ്ഞു, ഞാൻ 6 പറഞ്ഞു. വണ്ടി കിട്ടി, വണ്ടിയുടെ നമ്പർ 8460. അത് കഴിഞ്ഞ് 1 മന്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്കൂട്ടർ എടുക്കുകയാണ്. ഞാനിപ്പോൾ 1 വീക്ക് ആയിട്ടുള്ളൂ സ്കൂട്ടർ എടുത്തിട്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടണം, എനിക്ക് അമ്മയുടെ നമ്പർ 6 അല്ലേ, എനിക്ക് 6 കിട്ടണമെന്ന്. അതുപോലെ ആ നമ്പറും അമ്മ 6 ആക്കി തന്നു. 1077 എൻ്റെ വണ്ടിയുടെ നമ്പർ. ഇങ്ങനെ ഇനി വേറെ കുറേ അനുഗ്രഹങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്ന അമ്മ മാതാവിന്, ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിലുപരി ഞാൻ എൻ്റെ മക്കൾ, ഞാൻ എപ്പോഴും ഈശോയോട് ചോദിക്കും, എന്തേ എന്നെ തിരഞ്ഞെടുക്കാൻ ഇത്രയും വൈകിയെന്ന്. പക്ഷേ ഞാനത് ഈശോയ്ക്കൊരു സമയമുണ്ടല്ലോ. കാനായിലെ കല്യാണത്തിൽ വീഞ്ഞി തീർന്നപ്പോൾ അമ്മ പറഞ്ഞപ്പോഴും ഈശോ എന്താ പറഞ്ഞേ, സമയമായിട്ടില്ല. അപ്പോൾ അപ്പയ്ക്കൊരു സമയമുണ്ട്, ആ സമയത്ത് അപ്പോൾ എല്ലാവരെയും തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊള്ളും. പക്ഷെ അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ സ്വർഗീയ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ആ സ്വർഗസ്ഥനായ പിതാവിന് എനിക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ എന്നെ മാത്രമല്ല എൻ്റെ വീട്ടിൽ തിരഞ്ഞെടുത്ത, ഞങ്ങളെ 4 പേരെയും ഒന്നിച്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ 4 പേരും അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇത്രയും ലേറ്റായിട്ടാണ് ഈശോയും മാതാവിനെയും കിട്ടിയതെങ്കിലും ഞങ്ങളുടെ മക്കൾക്കിപ്പോൾ കിട്ടിയല്ലോ. ഇനി അതിനേക്കാളും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കൾക്ക് അവർ ജനിക്കുന്ന പോലെ കിട്ടുമല്ലോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കാരുണ്യ പ്രവൃത്തി ഒരുപാട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഈ സാക്ഷ്യം അവരൊക്കെ കേൾക്കും. അപ്പോൾ അവർ വിചാരിക്കും ഞാനിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നതെന്ന്. അല്ല, കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന കണ്ട് വളർന്നവരാണ് ഞങ്ങൾ. എല്ലാ ദിവസവും ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അസുഖമായിട്ട് വരുന്നവർക്ക് ക്യാഷായിട്ട് സഹായിക്കാറുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. വസ്ത്രം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് 5-6 കെട്ട് പത്രമാണ് ഞാൻ ഹസ്ബൻഡുമായിട്ട് വാങ്ങണത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും, വീടുകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ടാക്സി സ്റ്റാൻഡിൽ. പിന്നെ തമിഴ് പത്രം വാങ്ങിച്ച് തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയി കൊടുക്കും. ഹസ്ബൻഡ് കാസർഗോഡായിരുന്ന സമയത്ത് കന്നഡ പത്രം വാങ്ങിയിട്ട് അവിടെയും കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് മാതാവ് തന്നെ ഓരോ ഇൻഡ്യൂഷൻ ഇങ്ങനെ തരും, നീ ഇന്ന സ്ഥലത്തേക്ക് പോ, അവിടെ ഒരു മാതാവിൻ്റെ രൂപക്കൂടുണ്ട്, അവിടെ ചെല്ല്, അവിടെ മാതാവ് ഇങ്ങനെ എന്താ സെറ്റ് സാരി ഉണ്ടല്ലോ, കേരള സാരി, അതൊക്കെ ഉടുത്ത് നിൽക്കുന്ന, അതിങ്ങനെ എൻ്റെ കണ്ണി കാണിച്ചു തരും. അങ്ങോട്ട് പോ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ട് ചെല്ലാം, ഞാൻ ഹരിയേട്ടനോട്, ഹരിയേട്ടൻ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുമോ, മാതാവ് പറയുമോ അവിടെ പോകാനായിട്ടെന്ന്. ഹരിയേട്ടൻ എന്നെ കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ നോക്കും, അമ്മ എന്തിനാ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ പോയപ്പോൾ അമ്മ എന്നോട് പറയാം, ഒന്ന് നീ തിരിഞ്ഞ് നോക്കുന്നു. ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ 2 കെട്ട് പത്രം അവിടെ ഇരിക്കും, നമ്മുടെ കൃപാസനത്തിൽ പുതിയ പത്രം. എനിക്ക് ഭയങ്കര സങ്കടമായി. അതെടുത്തുകൊണ്ട് വന്നു. ഞങ്ങളെ തൊട്ടടുത്ത ദിവസം തന്നെ കുറേ പേർക്ക്, മുസ്ലിങ്ങൾ ഉൾപ്പെടെ, ഞങ്ങൾ എല്ലാവർക്കും, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നില്ലാതെ എല്ലാവരോടും മാതാവിനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഇതുപോലെ ഉപേക്ഷിച്ച ഒരുപാട് പത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അമ്മയുടെ പത്രം എവിടെ കണ്ടാലും അപ്പം തന്നെ ചാടി വീണെടുക്കും. ചിലപ്പോൾ സിംഗിളായിട്ട് ഒരെണ്ണമായിരിക്കും കിടക്കുന്നത്, അതെടുത്ത് ഞങ്ങൾ ഓരോരുത്തർക്കും അമ്മ മാതാവിനെ ഈശോയും കുറിച്ച് പറഞ്ഞു തന്നെ കൊടുക്കും. ഇത്രയും അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും